സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതിനു മുൻപ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എസ്ഐആർ നടത്താൻ ശ്രമിക്കുന്നുവെന്ന് എ റഹീം എം.പി. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യം അങ്ങേയറ്റം അപലപനീയമാണ്. നിനക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ രേഖകൾ ഞങ്ങളുടെ മുൻപിൽ വരണം എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സാർവത്രിക വോട്ടവകാശത്തെ അതിന്റെ ഘടനാപരമായ മാറ്റത്തിലേക്ക് ബി.ജെ.പി. സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി നടപ്പാക്കുന്നു. ധൃതി പിടിച്ച് എസ്ഐആർ നടപ്പാക്കുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ അണിനിരക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂമി കുംഭകോണ പരാതിയിലും അദ്ദേഹം പ്രതികരിച്ചു. കർണാടകയിൽ ബി.ജെ.പി. ആണോ അതോ കോൺഗ്രസ് ആണോ എന്നതാണ് കൗതുകം ഉയർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടക സർക്കാർ ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. കൃത്യമായ അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല. പി.എം. ശ്രീയെക്കുറിച്ചുള്ള ചോദ്യത്തിന് രാഷ്ട്രീയ ഡീൽ എന്ന ആരോപണത്തിന് അദ്ദേഹം പ്രതികരിച്ചു. ആ ഡീൽ ആദ്യമായി നടന്നത് രാജസ്ഥാനിൽ അല്ലേ എന്ന് എ റഹീം തിരിച്ചു ചോദിച്ചു. രാജസ്ഥാനാണ് ആദ്യമായി NIP-യിലേക്ക് ചേരുന്നത്. കോൺഗ്രസ് ഇതിനെ മറുപടി പറയണം. അതാണ് രാഷ്ട്രീയ ബാന്ധവം. ഇങ്ങനെയുള്ള ആരോപണം ബാലിശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.